എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. ഈ പോസ്റ്റ് തിരുവോണ ദിനത്തിൽ, അതായത് ഇന്നലെ പങ്കുവച്ചത് മറ്റാരുമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് ഈ തിരുവോണ നാളിൽ പാലക്കാട്, തൻ്റെ മണ്ഡലമായ പാലക്കാട് നിറഞ്ഞു നിൽക്കുകയും പാലക്കാടിൻ്റെ മണ്ണിൽ ഒരുപാടധികം പ്രവർത്തനങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്യേണ്ടിയിരുന്ന ഒരു വ്യക്തിയാണ്. ഇന്ന് അദ്ദേഹം അടൂരിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണുള്ളത്. അദ്ദേഹം പാലക്കാട് ഇല്ല എന്ന് മാത്രമല്ല, അദ്ദേഹം ഇപ്പോഴുള്ളത് അടൂരിലെ വീട്ടിലാണ്. ആ അടൂരിലെ വീട്ടിൽ ഇരുന്നു കൊണ്ടാണ് അദ്ദേഹം സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നത്. ഈ ഓണാശംസകൾ നേരുമ്പോൾ ഇതിൻ്റെ താഴെ വരുന്ന കമൻറ്റ് ബോക്സാണ് വളരെ 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 പ്രധാനപ്പെട്ടത് എന്നുള്ളതാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന വ്യക്തി തനിക്കെതിരെ അസംബന്ധങ്ങൾ, വ്യാജ ആരോപണങ്ങളുമായി പലരും മുന്നിൽ വന്നുകയും അത് പൊതുമധ്യത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടാനുള്ള ആയുധമായി ഉപയോഗിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു പൊതുപ്രവർത്തകൻ ഈ പൊതുമധ്യത്തിൽ നിന്ന് അപ്രത്യക്ഷനാവുന്നത്. ഉടനടി കോൺഗ്രസ് അയാൾക്കെതിരെ ഒരു കർശനമായ നടപടിയെടുത്തു. കർശനമായ നടപടി എന്ന് പറഞ്ഞാൽ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ നിന്ന് അയാളെ ഇറക്കി വിട്ടു. അതുമാത്രമല്ല, അയാൾ എല്ലാ തരത്തിലും ഒറ്റപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പോഴയാളുള്ളത് ഈ അടൂരിലെ അയാളുടെ വസതിയിലാണ്. ഈ വസതിയിൽ ഇരുന്നു കൊണ്ട് അയാൾ 4 മണിക്കൂർ മുമ്പ് അടൂരിലെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വസതിയിലാണ് ഇപ്പോൾ അയാൾ ചെലവഴിക്കുന്നത്. അയാൾ പൊതുമധ്യത്തിലില്ല, അയാൾ സോഷ്യൽ മീഡിയയിലില്ല, അയാൾ പാലക്കാട്ടില്ല. തൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് മുന്നിൽ ഈ തിരുവോണ ദിനത്തിൽ അയാൾക്ക് ഒന്ന് മുഖമുയർത്തി നോക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അയാളെ ചെന്നുകൊണ്ടെന്ന് എത്തിച്ചത് നമ്മുടെ നാട്ടിലെ വാർത്താ മാധ്യമങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്താണെങ്കിലും ഇന്നലെ അയാൾ ഇട്ടിരിക്കുന്ന പോസ്റ്റിന്, അയാൾ ഓണാശംസകൾ നേർന്നുകൊണ്ട് തൻ്റെ FB ബാളിൽ കുറിച്ചിരിക്കുന്ന ആ പോസ്റ്റിന് അനവധി കമൻറ്റുകളും ലൈക്കുകളും കൊണ്ട് നിറയുകയാണ്. മണിക്കൂറുകൾ കൊണ്ട് തന്നെ 10,000-ങ്ങൾക്ക് മുകളിലുള്ള കമൻറ്റുകളാണ് അയാളുടെ കമൻറ്റ് ബോക്സിൽ നിറയുന്നത്. ഈ കമൻറ്റ് ബോക്സ് ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു 99% ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ടാണ് എന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ടാണ് അതിൻ്റെ താഴെ വരുന്ന 99% കമൻറ്റുകളും. ചില കമൻറ്റുകൾ മാത്രം അയാളെ വിമർശിച്ചുകൊണ്ടും അയാളെ അധിക്ഷേപിച്ചുകൊണ്ടും അയാളെ പരിഹസിച്ചുകൊണ്ടും ഒക്കെയുണ്ട്. ആ കമൻറ്റുകളൊക്കെ, അയാളെ പരിഹസിച്ചുകൊണ്ടും അയാളെ അധിക്ഷേപിച്ചുകൊണ്ടും വരുന്ന കമൻറ്റുകളൊക്കെ അത് സൈബർ സഖാക്കളുടേതാണ് എന്നുള്ളതും ആ കമൻറ്റുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അത് വ്യക്തമാണ് എന്ന് പറയാനുള്ള കാരണം ആ കമൻറ്റുകൾ, ആ പ്രൊഫൈൽ ID-കൾ നമ്മൾ കണ്ടു കഴിയുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാവും ഇത് സൈബർ സഖാക്കളുടേതാണെന്ന്. കാരണം സൈബർ സഖാക്കളാണല്ലോ അത്തരത്തിൽ അധിക്ഷേപങ്ങളുടെ, സൈബർ ആക്രമണങ്ങളുടെ വക്താക്കളായിട്ട് നമ്മൾ ഇതുവരെ നമ്മുടെ സമൂഹത്തിൽ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട പലരും കമൻറ്റ് ചെയ്യുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ നേതൃസ്ഥാനത്തിരിക്കുന്ന, തലപ്പത്തിരിക്കുന്ന പലരും പല കമൻറ്റുകളും അതിൽ ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ റിജിൽ മാക്കുറ്റിയാണ്. റിജിൽ മാക്കുറ്റി തിരിച്ച് ഓണാശംസകൾ നേർന്നുകൊണ്ട് ആ കമൻറ്റ് ബോക്സിലുണ്ട്. അതുപോലെ ഒരുപാടധികം ആളുകൾ അതിൽ സാധാരണക്കാരുണ്ട്. ചിലരൊക്കെ അഡ്വക്കേറ്റുകളാണ്. അതായത് ഹൈക്കോടതിയിൽ വരെ പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റുകൾ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണ നൽകിക്കൊണ്ട് വരുന്നതും നമുക്ക് കാണുന്നുണ്ട്. ചവിട്ടി താഴ്ത്തപ്പെട്ടവൻ്റെ തിരിച്ചുവരവാണ് ഓണം. ചവിട്ടി താഴ്ത്തുവാൻ ശ്രമിച്ചവർക്ക് മേലെ ഉയർന്നു വരാൻ കഴിയട്ടെ എന്ന് ആശംസകളോടുകൂടിയാണ് ജോയ് മാത്യു എന്ന് പറയുന്ന ഒരാൾ ഓണാശംസകൾ നേർന്നത്. ഹാപ്പി ഓണം എന്ന് പറയുന്നുണ്ട് മറ്റുകൾ. പ്രിയപ്പെട്ട രാഹുൽ, ഹാപ്പി ഓണം എന്നും ആശംസിക്കുമ്പോഴും മനസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോഴും രാഹുലിനായി എന്നെ പോലെ അനേകം അമ്മമാർ, നാട്ടിലും വിദേശത്തുമായിട്ടുള്ളവർ നിശ്ചയമായും പ്രാർത്ഥിക്കുന്നുണ്ട്. തീർച്ചയായും രാഹുൽ പാലക്കാട്ടേക്ക് എത്തണം. ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധിയായാൽ മാറി നിൽക്കുന്നത് ശരിയല്ല. അനേകർ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. ഓൾ ദ ബെസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീട്ടമ്മ അവർ കമൻറ്റ് ചെയ്യുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരണം. പാലക്കാട് നിന്ന് ജനങ്ങളാണ് നിങ്ങളെ തിരഞ്ഞെടുത്ത് വിട്ടത്. അവിടെ നിന്ന് നിങ്ങൾ മാറി നിൽക്കരുത്. നിങ്ങളുടെ തിരിച്ചു വരവനായിട്ട് പാലക്കാട്ടുകാർ ആഗ്രഹിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന ഒരു കുറിപ്പ് ഒരാൾ ആലീസ് ചിറക്കൽ എന്നാണ് പറയുന്നത്. അതുപോലെ മറ്റൊരു കമൻറ്റ് വളരെ ശ്രദ്ധേയമാണ്. 12 മിനിറ്റിൽ ഈ പോസ്റ്റ് ആള് ഇന്നലെ തിരുവോണ ദിനത്തിലാണ് പോസ്റ്റ് ചെയ്യുന്നത്. ആ 12 മിനിറ്റിൽ 5.1, അതായത് 5000-ലേറെ വ്യൂസ് കാണണമെങ്കിൽ
പന്തൽ പ്രേമനെ പോലുള്ളവർ വെറുതെയല്ല അസ്വസ്ഥരാവുന്നത് എന്ന് സഖാക്കളെ കുറിച്ചുകൊണ്ട് മറ്റൊരാൾ പോസ്റ്റ് ചെയ്യുന്നു. കാരണം 12 മിനിറ്റ് കൊണ്ട് ഒരു 5K വ്യൂസ് അതിന് ലഭിക്കുന്നുണ്ടെങ്കിൽ വെറുതെയല്ല സഖാക്കൾ അസ്വസ്ഥരാവുന്നത് എന്നുകൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് മറ്റൊരാൾ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഓണാശംസകൾ നേർന്നുകൊണ്ടും ഒരുപാടധികം ആളുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കമന്റ് ബോക്സിൽ നിറയുന്നത്. പിന്നെ മറ്റൊരാൾ അയാളുടെ കുറച്ചുകൂടി കടന്നുള്ള ആക്ഷേപമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ. ഡിവൈഎഫ്ഐ കൊടുക്കുന്ന പൊതിച്ചോറിൽ അനാശാസ്യം എന്ന് ആക്ഷേപിച്ച താങ്കൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് ഓർക്കുക. കളർഫുൾ ഡ്രസ്സിൽ സുന്ദരക്കുട്ടപ്പനായി അത്തപ്പൂക്കളത്തിന് മുന്നിൽ ചിരിച്ച് നിന്ന് ഫോട്ടോയുമായി ഓണാശംസ നേരിടുന്ന താങ്കൾ ഇപ്പോൾ 2 വരി ഇരുട്ടിൽ നിന്ന് എഴുതി വിടുന്നു, കാലം കരുതി വെച്ച നീതി എന്ന് പറയുന്നു. ഈ ഒരു പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, കാലം കരുതി വെച്ച നീതിയാണെങ്കിൽ ആ നീതി കാണിക്കേണ്ട വ്യക്തി കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രിയോടാണ് കാലം ഇത്തരത്തിൽ നീതി അല്ലെങ്കിൽ കണക്ക് ചോദിക്കേണ്ടത് എന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. കാരണം മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി ഇന്നും മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയും പൊളിറ്റിക്സ് സെക്രട്ടറിയുമായിട്ടുള്ള പി ശശി, ആ പി ശശിയുടെ പീഡനത്തിന്റെ തീവ്രത അത് അളന്നത് AK ബാലനും PK ശ്രീമതിയുമാണ്. ആ അളന്ന മെഷീൻ ഇന്നും AKG സെന്ററിൽ ഭദ്രമായി സൂക്ഷിച്ചിട്ടുണ്ടെന്നും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ അങ്ങനെ കാലം നീതി ചോദിക്കുക അല്ലെങ്കിൽ കാലം കണക്ക് ചോദിക്കുകയാണെങ്കിൽ ആദ്യം ചോദിക്കേണ്ടത് കേരളത്തിന്റെ മുഖ്യമന്ത്രി, കാലം കണക്ക് ചോദിക്കേണ്ടത് ആദ്യം പിണറായി വിജയനോടാണ്. പി ശശി മാത്രമല്ലല്ലോ, കടകംപള്ളി സുരേന്ദ്രനുണ്ട്, മുൻ സ്പീക്കറുണ്ട്, അതുപോലെ ഗണേഷ് കുമാറുണ്ട്, AK ശശീന്ദ്രനുണ്ട്, മുകേഷ് ഉണ്ട്. അങ്ങനെ ഒരുപാട് പേരെ സംരക്ഷിച്ച് പിടിക്കുന്ന വ്യക്തി ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാ. അപ്പോൾ കാലം ആദ്യം കണക്ക് ചോദിക്കേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയനോടാണെന്നുള്ള കാര്യം സഖാക്കൾ മറക്കണ്ട. അങ്ങനെ ഒരുപാടധികം പ്രിയപ്പെട്ട രാഹുൽ, സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ആഘോഷമായ ഓണം നമ്മുടെ ഹൃദയങ്ങളിൽ നന്മയുടെയും സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും മഹത്തായ സന്തോഷം നിറക്കട്ടെ. ഐശ്വര്യപൂർണമായ തിരുവോണമെന്ന് മറ്റൊരാൾ കുറിക്കുന്നു. ഓരോ എക്സിറ്റിലും എവിടെയെങ്കിലും ഓരോ പ്രവേശനവുമുണ്ട്. ഓരോ അവസാനത്തിലും ഒരു പുതിയ തുടക്കമുണ്ട്. എല്ലാ ഇരുണ്ട മേഘങ്ങൾക്കും ഒരു വെള്ളി വരയുണ്ട്. ഒരിക്കലും പ്രതീക്ഷ കൈവിടരുത്, ജീവിതം എന്നാൽ സാധ്യതകളാണ് എന്നൊരാൾ മറ്റൊരാൾ കുറിക്കുന്നു, രാഹുലിനെ ഓർമ്മിപ്പിക്കുന്നു. ഇത്തരത്തിൽ ഓണാശംസകൾ നേർന്നുകൊണ്ടും രാഹുലിന്റെ തിരിച്ചുവരവിന് വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസകൾ നേർന്നുകൊണ്ടും അയാൾ നിരപരാധിയാണെന്നും അയാളെ അങ്ങനെ ഒതുക്കാൻ കഴിയില്ല, അയാൾ തിരിച്ചു വരുമെന്നും പറഞ്ഞുകൊണ്ട് ഒരുപാടധികം ആളുകളാണ് ഈ കമന്റ് ബോക്സിൽ നിറയുന്നത്. എന്നാൽ പ്രതിഷേധങ്ങളും അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും അത്തരത്തിൽ തന്നെ പറയണം. കാരണം ചിലതൊന്നും പ്രതിഷേധങ്ങളായി കണക്ക് കൂട്ടാൻ കഴിയില്ല, ചിലതൊക്കെ അധിക്ഷേപങ്ങളാണ്, ചിലതൊക്കെ പരിഹാസങ്ങളാണ്. ഇതൊക്കെ ഈ കമന്റ് ബോക്സിലുണ്ട്. ബട്ട് ഞാൻ പറഞ്ഞല്ലോ തുടക്കത്തിൽ തന്നെ, ഇതിന്റെ ഒരു 99% കമന്റുകളും എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചുകൊണ്ടും അയാൾക്ക് ഓണാശംസകൾ നേർന്നുകൊണ്ടും അയാളുടെ തിരിച്ചുവരവിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുടെയും ഒക്കെ കമന്റുകളാണ്. അഡ്വക്കേറ്റ് അന്നമ്മ ഫിലിപ്പ് കുറിക്കുന്നു, ഓണാശംസകൾ തളർന്നു വീഴരുത്, പൊരുതി തോൽപ്പിക്കണം വ്യാജ നിർമ്മിതികളെ എന്ന് ഓർമ്മപ്പെടുത്തുന്നുകൊണ്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തില്. ഹാപ്പി ഓണം, ലെറ്റ് ദ വൺ ഹൂ ഈസ് വിത്തൗട്ട് സിൻ കാസ്റ്റ് ദ ഫസ്റ്റ് സ്റ്റോൺ. അങ്ങനെ പറഞ്ഞുകൊണ്ട് പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ എന്ന് ദീപ ഓണാശംസകൾ നേർന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഓണാശംസകൾ നേരുകയാണ്. നിങ്ങൾക്ക് ജാഗ്രത കുറവുണ്ടായി. വളരെ പ്രധാനപ്പെട്ട ഒരു കമന്റാണിത്. ഡോക്ടർ മാത്യു മാംബ്രയാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ജാഗ്രത കുറവുണ്ടായി. പാലക്കാടിന് ശേഷം അല്പം അഹങ്കാരവും വിജയത്തിനൊപ്പം എളിമയും എന്നതാണ് നല്ല രസക്കൂട്ട് എന്ന് തിരിച്ചറിയുക. നല്ല നേതാവിന് നല്ല മൂല്യങ്ങളും പ്രലോഭനങ്ങളെ അതിജീവിക്കാൻ കരുത്തും വേണം. ഞാൻ മറ്റു ചിന്തിക്കുന്ന പലരെയും പോലെ നിങ്ങളോട് പരിപൂർണമായും ക്ഷമിക്കുന്നു. ഞങ്ങൾക്ക് നിങ്ങളെ ഇവിടെ വേണം. നിങ്ങളെപ്പോലെ മിടുക്കരായ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുമുള്ള യുവ നേതാക്കന്മാരെ ഞങ്ങൾക്ക് വേണം. അതിൽ നിങ്ങൾ മുൻനിരയിലാണ്. മിതത്വവും പക്വതയും കൂടാനായി ഈ ചെറിയ വനവാസം ഉപകരിക്കട്ടെ. നിങ്ങൾ തിരിച്ചു വരണം രാഹുലെ, നിങ്ങൾക്ക് എൻ്റെ എല്ലാ പിന്തുണയും എന്ന് പറയുന്നുണ്ട്. ഇത്തരത്തിൽ വളരെ 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 പോസിറ്റീവായിട്ട് എന്ന് മാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിന് ചെറിയ ഒരു ഉപദേശം എന്ന രീതിയിലും വളരെ പ്രധാനപ്പെട്ട സമൂഹത്തിൻ്റെ പൊതുമധ്യത്തിൽ പ്രവർത്തിക്കുന്ന, സമൂഹത്തിൽ വളരെ സ്വീകാര്യമായ ഇടപെടലുകൾ നടത്തുന്ന പലരും ഈ കമന്റ് ബോക്സുകളിൽ നിറയുകയാണ് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം ഒരു തിരുവോണാശംസയുമായിട്ടും അതുപോലെ കഴിഞ്ഞ ദിവസം തൃശ്ശൂരിലെ ചൊവ്വന്നൂരിലെ മണ്ഡലം പ്രസിഡന്റായിട്ടുള്ള സുജിത്തിന്റെ 2023 നടന്ന ആ ഒരു 3ാം മുറ,
അതിന്റെ വിഷ്വലുകളും പങ്കുവെച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുപോലെ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ശുചിത്വ പിന്തുണയുമായിട്ട്. ഇത്തരത്തിൽ രാഹുൽ എനിക്ക് തോന്നുന്നു ഒരു ചെറിയ ഒരു ബ്രേക്ക്, ആ ബ്രേക്ക് എടുത്തുകൊണ്ട് അയാൾ തൻ്റെ പിന്തുണ, തൻ്റെ ജനങ്ങൾ, തനിക്ക് വേണ്ടി വോട്ട് ചെയ്തവർ, തന്നെ പിന്തുണച്ചവർ, തന്നെ സപ്പോർട്ട് ചെയ്തവർ, അവർക്കൊക്കെ ഇപ്പോഴും ഈ ആരോപണങ്ങളിലും തന്നോടൊപ്പം നിൽക്കുന്നുണ്ടോ, അവർക്ക് തന്നെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്നുള്ള കാര്യമാണോ രാഹുൽ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുമുണ്ട്. അങ്ങനെയാണെങ്കിലും അയാളെ കുറ്റം പറയാനൊക്കില്ല. കാരണം സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരാകുമ്പോൾ നമ്മൾ എല്ലാവർക്കുമുള്ള ഒരു ജിജ്ഞാസയും ഒരു ക്യൂരിയോസിറ്റിയുമാണല്ലോ. കാരണം എന്തുണ്ടെങ്കിലും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്, എന്താണ്, ഒരു പ്രതിഫലനം എന്താണെന്ന് അറിയാനുള്ള ഒരു ജിജ്ഞാസ, ഒരു ക്യൂരിയോസിറ്റി നമ്മൾ എല്ലാവരിലും ഉണ്ടാവും. അത് എന്തൊരു കാര്യത്തിലാണെങ്കിലും, നമ്മൾ ഇനി എന്തൊരു നന്മ ചെയ്തുകയാണെങ്കിലും, നമ്മൾ എന്ത് ഒരു സംരംഭം തുടങ്ങുകയാണെങ്കിലും, നമ്മൾ എന്തൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുകയാണെങ്കിലും എപ്പോഴും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ്, അതിൻ്റെ ഒരു പ്രതിഫലനം അത് പൊതുമധ്യത്തിൽ എങ്ങനെ ഉണ്ടാക്കുന്നു എന്നറിയാനുള്ള ഒരു ജിജ്ഞാസ പലപ്പോഴും ഞാൻ ചെയ്യുന്ന വീഡിയോകളിൽ നിങ്ങളെല്ലാവരും ചെയ്യുന്ന കമൻറ്റുകൾ അത് പലപ്പോഴും ഇരുന്ന് വായിച്ചു നോക്കാറുണ്ട്. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ, ആ പറയുന്ന കാര്യങ്ങളോട്, ഞാൻ പറയുന്ന എൻ്റെ അഭിപ്രായത്തോട് തിരിച്ച് നിങ്ങൾക്ക് എന്താണ് മറുപടി? അത്തരത്തിൽ ഞാൻ പോലും കമന്റ് ബോക്സുകൾ പലപ്പോഴും അരിച്ചു പെറുക്കി വായിച്ചു നോക്കുന്നത് ഇത്തരത്തിലൊരു ജിജ്ഞാസയുടെ പുറത്ത്, ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്താണ്. അത്തരത്തിൽ ഇതുപോലെ അയാൾക്കും ഉണ്ടാകും അയാളുടെ മേലിൽ ഈ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിൽ തന്നെ പിന്തുണക്കുന്നവർക്ക്, തന്നെ സ്നേഹിക്കുന്നവർക്ക്, തന്നെ സപ്പോർട്ട് ചെയ്തവർക്ക് എന്താണ് അവരുടെ അഭിപ്രായമെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഓഫ് കോഴ്സ് ഒരു മനുഷ്യൻ എന്ന രീതിയിൽ അയാൾക്കുണ്ടാവും. അതും അയാൾ ഇതിലൂടെ ലക്ഷ്യമിടുന്നുണ്ടാവും എന്നുള്ളതാണ്. ഇത്തരത്തിൽ അനവധി കമന്റുകളാണ്, അയാളുടെ കമന്റ് ബോക്സ് നിറയുകയാണ്. കാരണം ഒരു ദിവസങ്ങൾ കൊണ്ട് തന്നെ 10,000-കണക്കിന് കമന്റുകളാണ് കമന്റ് ബോക്സിൽ വന്നിരിക്കുന്നത്. അതിൽ മിക്കതും അയാൾക്ക് ആശംസകൾ അറിയിച്ചുകൊണ്ടും അയാളുടെ തിരിച്ചുവരവിന് വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുന്നു, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളെപ്പോലെയുള്ള 10,000-കണക്കിന് വീട്ടമ്മമാർ പ്രാർത്ഥിക്കുന്നു എന്ന് പറയുന്ന മറ്റു ചിലരെയും നമ്മൾക്ക് കാണാം. നിങ്ങൾക്ക് ഓണാശംസകൾ, നിങ്ങൾ കുറ്റക്കാരനാണെന്ന് കോടതി തെളിയിക്കുന്നത് വരെ, കോടതി പറയുന്നത് വരെ നിങ്ങളോടൊപ്പം തന്നെ എന്ന് മറ്റൊരാൾ പറയുന്നു. അങ്ങനെ ഒരുപാടധികം ആളുകൾ ചവിട്ടിത്താഴ്ത്തലുകളിൽ നിന്ന് നിങ്ങൾ ഉയർത്തെഴുന്നേറ്റ് വരും. ഇതും ഈ ഓണവും ഒരു ചവിട്ടിത്താഴ്ത്തലിൻ്റെ ഒരു പ്രതീകമാണല്ലോ എന്ന് മറ്റൊരാൾ കുറിക്കുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലെ തിരിച്ചുവരവ് അത് പൊതുജനം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അയാളുടെ കമന്റ് ബോക്സുകൾ നമ്മൾക്ക് കാണിച്ചു തരുന്നത് എന്നുള്ളതാണ്.